യൂറോളജി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പലതരം സൂക്കേടുകളാണ് നമ്മൾ മുന്നിലേക്ക് കടന്നു വരുന്നത്. കാര്യം ആദ്യമായി തന്നെ യൂറോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കല്ലുകളുടെ അസുഖങ്ങളാണ്. അത് കഴിഞ്ഞ് പക്ഷെ കല്ലുകൾ അതിൻ്റെ ഒരു ഭാഗമേ വരുന്നുള്ളൂ. കല്ല്, അതിന് കഴിഞ്ഞ് പ്രോസ്റ്റേറ്റ്, അത് കഴിഞ്ഞ് കുട്ടികളില്ലായ്മ, വന്ധ്യത, അത് പ്രത്യേകിച്ച് ആണുങ്ങളുടെ വന്ധ്യത. അത് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വേറെ ഒന്ന് അവരുടെ ഇമ്പോർട്ടൻസി, അവരുടെ ലൈംഗികമായ ക്ഷതക്കുറവ് ഉണ്ടാകുന്നതിനുള്ള ചികിത്സ എന്ന് തുടങ്ങി യൂറോളജികളുടെ ഒരു സബ് സ്പെഷ്യാലിറ്റികളായിട്ട് പീഡിയാട്രിക് യൂറോളജി, കുട്ടികളുടെ യൂറോളജി, യൂറോളജിക് ഓങ്കോളജി, അതായത് അവരുടെ ക്യാൻസറുകളൊക്കെ നോക്കാൻ പ്രത്യേകിച്ച് ആൾക്കാർ, ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ ഈ വന്ധ്യതയും അതിനോട് ബന്ധപ്പെട്ട സെക്ഷൽ ഡിസീസസൊക്കെ ചികിത്സിക്കാനുള്ളത്. അതും പുറമെ ഫീമെയിൽ യൂറോളജി ഒരു പ്രത്യേകതരം വിഭാഗം തന്നെയായി അത് ഒരു ശാസ്ത്രീയ ശാഖയായി വളർന്നിരിക്കുന്നു. അത്രയും ട്രാൻസ്പ്ലാന്റേഷൻ യൂറോളജിയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള യൂറോളജി എന്ന് പോയി തുടങ്ങി ഇപ്പോൾ ഏതായാലും സൂക്കേടുകൾ കൊണ്ട് മാത്രം തന്നെ ചില പ്രത്യേക സൂക്കേട് മാത്രം കൈകാര്യം ചെയ്യുന്ന യൂറോളജിസ്റ്റുകൾ വരെ അവൈലബിൾ ആണ്. അതായത്